രാജേട്ടൻ പറഞ്ഞ ആ ഡയലോഗ് പൊളിച്ചു. മഹി ഡോറിൽ ഇറങ്ങി നിന്ന് മണിയടിച്ചു. ദീപുവിൻ്റെ ഉള്ളിൽ ആ ഡയലോഗ് നന്നായി കൊണ്ടു. 8 മണിക്ക് കപ്പേള സ്റ്റോപ്പിൽ എത്തുമ്പോൾ ഇന്നലത്തെ പോലെ തന്നെ അരുണിമ കാശും നിറച്ചിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയായിരുന്നു. ദീപു ബസ്സിൽ തട്ടി സാധാരണ നിർത്തുന്നതിൽ കയറ്റിയിട്ട് അരുണിമയ്ക്ക് കയറാൻ എളുപ്പത്തിൽ കരിങ്കാളിയെ നിർത്തിച്ചു. അരുണിമ കയറിയപ്പോൾ പിൻഡോറിൽ നിന്നിരുന്ന ദീപുവിനോട് മഹി കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. അരുണിമ അത് കണ്ടില്ലെന്ന് മനസ്സിലായപ്പോൾ ദീപു ആശ്വസിച്ചു. ടിക്കറ്റ് എടുത്ത് മുന്നിലേക്ക് എത്തിയ ദീപു അരുണിമയുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി. അരുണിമ സ്ഥലം പറയാൻ വായി തുറന്നതും ദീപു അത് ഗണ്ടിച്ചിടക്കി കയറി പറഞ്ഞു. അറിയാം. എന്താ അരുണിമേച്ചി, മുഖത്ത് ആകെ ഒരു വല്ലായ്മ. അയ്യോ, ഇതെന്താ കയ്യിൽ? കവർ മടക്കി പിടിച്ചിരിക്കുന്ന കയ്യിലെ വിരലിൽ മഹി പുള്ളിയെ പോലൊരു പാട് കണ്ടു. അത് പിന്നെ അരുണിമ പറയാൻ മടിച്ചു. ദീപു തല നീട്ടി അരുണിമയുടെ കൈവിരലിലെ പാട് ശ്രദ്ധിച്ചു. എന്താ ചേച്ചി? അരുണിമയ്ക്ക് ബസ്സിലായിരുന്നെങ്കിലും പറയാൻ വലിയ വിമിഷ്ടം തോന്നിയില്ല. അറിയുന്ന ആളുകൾ തന്നെ അവൾ സ്ഥിരം കാണുന്നവരൊക്കെ തന്നെയാ ഭൂരിഭാഗം. പിന്നെ പുതിയതെന്ന് പറയാൻ ദീപുണ്ട്. ഇന്നലെ ഗിരിയേട്ടന് ഒരു മാതിരി ബാധ കൂടിയ പോലായിരുന്നു. ആരോ പിടിച്ചടിച്ചതിനെ എൻ്റെ മെക്കിട്ടായി കുതിരയേറ്റം. ദേഷ്യം വന്നപ്പോൾ ഞാൻ ഒന്നും രണ്ടും പറഞ്ഞു. ഇന്നലെ എൻ്റെ ജോലി സ്ഥലത്ത് വന്ന് കാശും കൊണ്ടുപോയി കുടിക്കാനാ. എന്നിട്ട് ഞാൻ കൂടെയുള്ള ചേച്ചിയുടെ ഓട്ടോയിൽ കയറി പോരേണ്ടി വന്നു. അതാണ് അപ്പം ഇന്നലെ വൈകിട്ട് കാണാഞ്ഞതല്ലേ? അല്ല, അപ്പം ഈ പാട് ഇത് ഗിരിയേട്ടൻ്റെ സമ്മാനം. അടുപ്പിലെ കനലിൽ വെച്ച് പഴുപ്പിച്ച് ചട്ടകം കൊണ്ടുവന്ന് അമർത്തി. ഷോ, എന്തിന്? മുഖം തല്ലി പൊളിച്ചെങ്കിൽ നന്നായി എന്ന് പറഞ്ഞേനെ. അയാളെ കണ്ടാൽ ഞാനൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കുമെന്ന് പറഞ്ഞു. അത് പിടിച്ചില്ല. എൻ്റെ പൊന്നേ, ഈ ഗിരിയേട്ടൻ എന്തൊരു മനുഷ്യനാ! ഈ അടുത്ത കാലത്താ ഇങ്ങനെയൊക്കെ. അതെ, പിന്നെ ആ ആളെ കണ്ട ചേച്ചി ഒരു കൈ കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? ദേ നിൽക്കുന്ന ആ അവതാരം. മഹി ദീപുവിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അരുണിമ മഹി തമാശ പറയുകയാണ് എന്നാണ് ആദ്യം കരുതിയത്. ചേച്ചി, കാര്യമായിട്ടാ ഇന്നലെ സ്റ്റാൻഡിൽ വെച്ച് ബഹളം ഉണ്ടായത് ഞങ്ങളായിട്ടാണ് പുള്ളി. ചുമ്മാ മെക്കിട്ട് കയറിയ പിന്നെ അടികൊള്ളാതിരിക്കുമോ? അരുണിമ അന്നേരം ദീപുവിന് നേരെ മുഖം തിരിച്ചു നോക്കി. സത്യം? അവൾ ദീപുവിനോട് ചോദിച്ചു. ദീപു കണ്ണടച്ച് താഴ്ചുണ്ട് കടിച്ചു പിടിച്ച് അന്തസ്സിൽ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. എന്താണ് ചേച്ചി, വിശ്വാസം പോരായോ? ചുമ്മാ മെക്കിട്ട് കയറാൻ വന്നാലേ നല്ല ആമ്പിളുടെ കൈൻ്റെ ചൂടറിയും കേട്ടോ. ഗിരിയേട്ടനായാലും ആരായാലും. ഈശ്വര, ഇവൻ എന്നെ ഒരു ഗുണ്ടയാക്കണം. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇവന് ഓവറാക്കാണല്ലോ. ബസ്സിലെല്ലാവരും ദീപുവിനെ നോക്കി. ആങ്ങളെ തല്ലിയവന് കൈ കൊടുത്താൽ കാണുന്നവരെന്ത് പറയും? എന്തും പറയട്ടെ, പക്ഷേ അവർക്കറിയില്ലല്ലോ താൻ അനുഭവിച്ചു കൂട്ടുന്ന കഷ്ടപ്പാടിൻ്റെ കണക്കുകൾ. ഗിരിയേട്ടനെ കുറിച്ച് അവരറിഞ്ഞാലും അടി കൊടുത്തവനെ പുകഴ്ത്തിയാൽ ആളുകൾ തന്നെ കുറ്റം പറയുകയും ചെയ്യൂ. ദീപു ഒരു ഷേക്ക് ഹാൻഡ് പ്രതീക്ഷിച്ചു. എന്നാലും കയ്യൊന്നും കൊടുത്ത് ഞെളിയണ്ട, അവൾ കരുതി. ഊർന്നുപോയ ബാഗ് മടിയിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് അവൾ ഒതുങ്ങിക്കൂട്ടിന്ന് ചിരിച്ചു. അങ്ങോട്ട് കൈ കൊടുക്കു ചേച്ചിയെ, മഹി പറഞ്ഞു. ദീപു ചുമ്മാ നിന്ന് ചിരിച്ചു. അരുണിമയ്ക്ക് ദീപുവിനെ നോക്കാൻ ജാള്യത തോന്നി. കൈ കൊടുക്കുമെന്ന് ഉറക്കി വിളിച്ച് പറഞ്ഞിട്ട് താൻ പെട്ടെന്ന് സൈലൻ്റ് ആയിപ്പോയി. ഇറങ്ങേണ്ട സ്റ്റോപ്പായപ്പോൾ അരുണിമ വേഗം തിരക്കിട്ടിറങ്ങിപ്പോയി. ആ പൂക്കം കണ്ടിട്ട് മഹി ചിരിച്ചുകൊണ്ട് ദീപുവിനെ നോക്കി. മഹി എന്തോ പറയാൻ വന്നപ്പോൾ ദീപു പെട്ടെന്ന് ചുണ്ടുകൾക്ക് മീതെ ചൂണ്ടൂരൽ വെച്ച് മിണ്ടരുതെന്ന് ബസ്സിൽ ചുറ്റും കണ്ണോടിച്ച് ആംഗ്യം കാണിച്ചു. മഹി വായടച്ചു. വൃന്ദാവനത്തിലേക്ക് ഓടിക്കയറിയ അരുണിമ ചെന്നയുടനെ കാര്യങ്ങൾ ചന്ദ്രച്ചിയോട് വിളമ്പി. അത് നേരെ അരുണിമേ, കൈ കൊടുത്താലപ്പോൾ അവർ കൈയടിച്ചാലും എന്നാൽ ആ പെണ്ണ് ആങ്ങളെ തല്ലിയവനെ പൊക്കി പിടിച്ചെന്നും പറഞ്ഞ് അടക്കം പറയും. അതാ ജനം. അരുണിമ പറഞ്ഞത് കേട്ട് ചേച്ചി പറഞ്ഞു. എന്നാലും നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എങ്ങനെ അരുണിമേ ആ കണ്ടക്ടറോട്? എന്ത്? അരുണിമ ഒരു ഞെട്ടലോട് ചോദിച്ചു. അല്ല, ഗിരിയെ തല്ലിയത് അറിഞ്ഞപ്പോഴുണ്ടായ വികാരം. ഓ അത്. പിന്നെ നീ എന്താ വിചാരിച്ചത്? എന്ത്? ഒവ്വ്. ആളെങ്ങനെയാ കാണാൻ? ചുള്ളനാണോ? ആവോ, ഞാനൊന്നും നോക്കിയില്ല. നോക്കാൻ ഇനി സമയമുണ്ടല്ലോ. ചുള്ളനാണോന്ന് അപ്പം വന്നിട്ട് പറഞ്ഞാൽ മതി. ഒന്ന് പോ ചേച്ചി. അരുണിമയ്ക്ക് നാണം തോന്നി. വൈകിട്ട് വൃന്ദാവന സ്റ്റോപ്പിൽ ബസ് എത്തുമ്പോൾ ദീപു ആയിരുന്നു ഫ്രണ്ട് ഡോറിൽ നിന്നിരുന്നത്. മഹി അകത്ത് ഒഴിഞ്ഞു കിടന്ന സീറ്റിൽ പോയിരുന്നു. ആ ടൈം ബസ്സിൽ തിരക്ക് കുറവാണ്. അരുണിമ കയറാനിറങ്ങിയപ്പോൾ എളുപ്പത്തിൽ ലോങ് സീറ്റിൽ ഡോറിനോട് ചേർന്നുള്ള ഭാഗമിരുന്നു. അഭിമുഖമായി നിന്നിരുന്ന ദീപുവിനെ അവനറിയാതെ നോക്കി. ദീപു റോഡിലേക്കും നോക്കി നിൽക്കുകയായിരുന്നു. തൻ്റെ നേർക്കുയർന്നു പോയിരുന്ന കമ്പിയിൽ ദീപു പിടിച്ചിട്ടുണ്ട്. അരുണിമ കൈകൾ കുത്തി മുഖത്തിനൊരു വശം മറയാക്കി വെച്ചു. ദീപുവിൻ്റെ കയ്യിലേക്ക് നോക്കി. നീണ്ട വിരലുകളുള്ള ആ കയ്യിൽ വെള്ളിയുടെ ഇടിയൻ വള. ചുവന്ന നിറത്തിലും കറുത്ത നിറത്തിലും പിണഞ്ഞു ജപിച്ച പോലെ കനത്തിലൊരു ചരടും.
ഈ കൈ കൊണ്ടല്ലേ എൻ്റെ കൈ ചുട്ടുപഴുത്ത ചട്ടവും കൊണ്ട് പൊള്ളിച്ച ഗിരിയേടൻ്റെ മോന്തയടിച്ച് പപ്പടം പോലെ പിടിച്ചത്. ഈ ഇടിയം വളയിട്ടവരൊക്കെ ഇടിയന്മാരാണോ? അവൾക്ക് രോമാഞ്ചം വന്നു. ആ ആവേശത്തിൽ ഉയർന്നു പൊങ്ങിയൊരു ചിരി ചിരിച്ചു. എന്താ? പെട്ടെന്ന് ദീപ് ചോദിച്ചു. ഏയ് ഒന്നുമില്ല.